എന്തിനെ കുറിച്ചെന്നറിയോ സ്റ്റോറി? ജേംസ്, കീടാണു. എങ്ങനെ കീടാണു എങ്ങനെ ഉണ്ടാവാ കാണാന്? എങ്ങനെ ഉണ്ടാവാ? കണ്ടിട്ടുണ്ടോ കീടാണു? കണ്ടിട്ടുണ്ടോ നമ്മള് ജേംസിനെ കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടാവാ ജേംസ്? കണ്ടില്ലേ? ഇതാ ഈ ഗ്രീൻ കളറില് പല്ലൊക്കെ വന്ന് നിറയെ മുടിയൊക്കെ ആയിട്ട് ഭയങ്കര കാണാൻ ഭംഗിയുണ്ടാ? അയ്യേ ഭയങ്കര വൃത്തികേട് അല്ലേ? അപ്പൊ ഈ ജേംസ് നമ്മൾ നേരത്തെ ഒരു സ്റ്റോറി പഠിച്ചിട്ടുണ്ട് നമ്മള് അല്ലേ? ആദ്യം ഈ ജേംസ് നമുക്ക് എന്താ തരിക? നല്ലതാണ് തരുന്നത്. ജേംസ് നമുക്ക് വയറ്റിനുള്ളിൽ പോയി നമുക്ക് എന്തൊക്കെയാ നമുക്ക് ആവും? ഛർദിക്കും, പിന്നെന്താവും? ചുമ വരും, പനി വരും, ഛർദി വരും. ഇതൊക്കെ വന്നാൽ നമുക്ക് സ്കൂളിലേക്ക് വരാൻ പറ്റുമോ? നമ്മൾ എവിടേക്കാ പോവാ സ്കൂളിലേക്ക് വരാതെ? ഈ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ പോയാ ഇഞ്ചക്ഷൻ ഇടും, മരുന്ന് തരും. അപ്പൊ ഇതൊക്കെ ജേംസിന് നമ്മളടുത്ത് വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യണത്? നമുക്ക് എന്താ ചെയ്യണത്? എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും നന്നായി കൈ സോപ്പിട്ട് വൃത്തിയായി കഴുകണം. ദിവസം 2 നേരം കുളിക്കണം, 2 നേരം പല്ല് തേക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്തുണ്ടാവില്ല? നമ്മുടെ ജേംസ്, ഈ കീടാണു നമ്മുടെ അടുത്ത് വരില്ല. ഇതൊക്കെ ചെയ്യാത്തവർക്ക് എന്താവും? കീടാണു അടുത്ത് വരും. അപ്പൊ ഈ കുട്ടിനെ കണ്ടില്ലേ? കുട്ടിന്റെ പേരാണ് അമ്മു. ഈ അമ്മുവിനെ ജേംസ് പിടിക്കാൻ പോണ ഒരു സ്റ്റോറി നമുക്ക് നോക്കാം. നമ്മളെ നോക്കുക, വൃത്തിയായി ഇരുന്നില്ലെങ്കിൽ നമ്മള് ചീത്ത ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജേംസ് പിടിക്കാൻ പോണത് ഈ സ്റ്റോറിയിൽ നമുക്ക് നോക്കാം. ഈ അമ്മു പറഞ്ഞ കുട്ടീനെ എങ്ങനെയാണ് ഈ കീടാണു പിടിക്കാൻ പോണത് നമുക്ക് നോക്കാം. റെഡി അല്ലേ? സ്റ്റോറി പറഞ്ഞു തരട്ടെ? അപ്പൊ നോക്കാം. ഒരു ദിവസം അമ്മു ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. അത് കണ്ടു കീടാണു അവിടേക്ക് വന്നു. നമ്മൾ വീട്ടിൽ പോയി എല്ലാരും ഡ്രസ്സൊക്കെ മാറ്റി ഹോംവർക്ക് കഴുകി ഹോംവർക്ക് ചെയ്യില്ലേ? അപ്പൊ അതുപോലെ അമ്മു വീട്ടിലിരുന്ന് ഹോംവർക്ക് ചെയ്യണം. പിന്നെ അമ്മു വീട്ടിലിരുന്ന് പഠിച്ചോണ്ടിരിക്കുമ്പോ അവിടെ ആരാ വന്നത്? കീടാണു. കീടാണു എന്ത് ചെയ്തു? ഇവിടെ നല്ല ഹോംവർക്ക് സുഖമായി ഇരിക്കുന്നില്ല, അവൾക്ക് ഒരു അസുഖവും ഇല്ല, പനിയില്ല, ചുമയില്ല, ഹെൽത്തി ആയിട്ടുണ്ട് അല്ലേ? നമുക്ക് അവൾക്ക് ഒരു പണി കൊടുക്കാം. അപ്പൊ കീടാണു ഇങ്ങനെ ആലോചിക്കുക, അവൾക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മള് എന്താ ചെയ്തത്? ഇവൾക്ക് എങ്ങനെയെങ്കിലും അസുഖം വരുത്തും. ഒരു വഴിയും കാണുന്നില്ലല്ലോ. കീടാണു വിഷമിച്ച് നിന്നു. അപ്പൊ എന്താണ്? കീടാണു കാണുമ്പോ അമ്മ സുഖമായി ഇരിക്കണു, നല്ല ഹെൽത്തി ആയിരിക്കണു, പനിയില്ല, ചുമയില്ല, ഒന്നുമില്ല. അപ്പൊ ആ കീടാണുവിന് ആകെ വിഷമമായി. അയ്യോ ഇവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണല്ലോ അല്ലെ? ഇവിടെ ഇത്ര ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പാടില്ല, അവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണല്ലോ എന്ന് കീടാണുവിനെ ആലോചിക്കണം. അപ്പൊ കീടാണു എന്ത് ചെയ്തത്? അപ്പോഴാണ് അമ്മു എഴുതുന്നതിനിടയിൽ ഇടയ്ക്കിടെ പെൻസിൽ കടിക്കുന്നത് കണ്ടത്. അപ്പൊ എന്താ കണ്ടത് കീടാണു? ബിഹാനി നോക്ക്, എന്താ കണ്ടത് അമ്മു? അമ്മ എന്താ ചെയ്യണത്? ഇടയ്ക്കിടയ്ക്ക് എഴുതുമ്പോ ഇങ്ങനെ പെൻസിൽ കടിക്കാം. ഗുഡ് ഹാബിറ്റാ ബാഡ് ഹാബിറ്റാ? ബാഡ് ഹാബിറ്റ്. പെൻസിൽ കടിക്കാൻ പാടോ? വായിടാൻ പാടോ? ഇല്ല. അമ്മ എന്താ ചെയ്യണത്? ഇടയ്ക്കിടയ്ക്ക് ഈ പെൻസിൽ കടിക്കുക, പിന്നെ എഴുതുക, പിന്നെയും കടിക്കുക, പിന്നെ എഴുതുക. അപ്പൊ നമ്മുടെ വായിലെ തുപ്പലൊക്കെ പെൻസിലാവുമല്ലേ? അപ്പൊ ജേംസ് വരില്ലേ? അപ്പൊ അമ്മ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ ആർക്ക് ഹാപ്പിയായി? നമ്മുടെ കീടാണിന് ഭയങ്കര ഹാപ്പിയായി അല്ലേ? നെക്സ്റ്റ് നോക്കാം. കീടാണു പെൻസിലിലേക്ക് ഒറ്റ ചാട്ടം. ഇത് കണ്ടപ്പോ വേഗം ഈ കീടാണു എന്ത് ചെയ്തു? വിഹാനി, ഇഷാൻ ഇവിടെ ശ്രദ്ധിക്കുക. വിഹാനി വേഗം ഈ കീടാണു എന്ത് ചെയ്തു? ഇഷാൻ സിറ്റ് പ്രോപ്പർലി ഇൻ ദ ക്ലാസ്. വേഗം പെൻസിലേക്ക് എന്ത് ചെയ്തു? ഒറ്റ ചാട്ടം. പെൻസിലേക്ക് ചാടി എന്ത് ചെയ്തു? ഇനി ഇവൾ പെൻസിലിൽ കടിക്കുമ്പോൾ ഉള്ളിൽ കിടക്കാം. ഹി ഹി. കീടാണു സന്തോഷമായി. അപ്പൊ എന്തായത്? പെൻസിലേക്ക് ചാടിയില്ലേ? അപ്പൊ ഇനി അമ്മു പെൻസിൽ കടിക്കുമ്പോ എന്താവും? ഈ കീടാണു എന്തോ എവിടെ പോവും? അമ്മൂന്റെ വയറിൽ പോവും ഇല്ലേ? പെൻസിൽ കടിക്കുമ്പോ ഈ വായിക്കൂടെ കീടാണു നടന്ന് എവിടെ എത്തും? ഇവിടെ ഇങ്ങനെ നടന്ന് എവിടെ എത്തും? വയറിലെത്തും. വയറിലെത്തിയ പിന്നെ കഴിഞ്ഞു. വിയാൻ, റോഷൻ, റിദാൻ ശ്രദ്ധിക്കുക ഇല്ലേ? വയറിലെത്തിക്കഴിഞ്ഞാൽ എന്താവും? അപ്പോഴാണ് ചേച്ചി അവിടേക്ക് വന്നത്. അപ്പൊ ഇനി ഇവിടെ കടിക്കുമ്പോ ആരാണ് വന്നത്? വിയാൻ. അവിടെ ആര് വന്നു? ചേച്ചി. അമ്മൂന്റെ ചേച്ചി വന്നു. അയ്യേ അമ്മു എന്താ നീ ചെയ്യുന്നത്? പെൻസിൽ ആരെങ്കിലും കടിക്കോ? ബാഡ് ഗേൾ അല്ലേ നീ? ചീത്ത പറഞ്ഞു. ചേച്ചി ആരെ ചീത്ത പറഞ്ഞു? അമ്മൂന്റെ ചീത്ത പറഞ്ഞു. നല്ലതല്ല, ഇത് ഗുഡ് ഹാബിറ്റ് അല്ല, അത് ബാഡ് ഹാബിറ്റ് ആണ്, ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതോടെ അമ്മു എന്ത് ചെയ്തു? അയ്യോ സോറി ചേച്ചി എന്ന് പറഞ്ഞ പെൻസിൽ കടിക്കണത് നിർത്തി അവിടെ പെൻസിൽ വെച്ചു. ബാഡ് ഹാബിറ്റ് അല്ല. ചേച്ചി പറഞ്ഞപ്പോ വേഗം ആരനുസരിച്ചു? അമ്മു അനുസരിച്ചു. നിങ്ങൾ അനുസരിക്കും അതുപോലെ ആരെങ്കിലും പറഞ്ഞാല്? ഇല്ല, ഞാൻ കേൾക്കില്ല, അതുകൊണ്ട് അവനെ പിന്നെയും കടിക്കുവോ? ഇല്ല, അവനെ കടിക്കരുത്. ഓക്കെ ചേച്ചി നല്ലതാ പറയണത് പറഞ്ഞ് ബ്രഷ് കിട്ടിയില്ലേ? പെൻസിൽ കടിക്കുന്നത് നിർത്തി. ഹോംവർക്ക് കഴിഞ്ഞ് അമ്മു പെൻസിൽ എടുത്ത് ബോക്സിൽ വെച്ചു. ഉടനെ കീടാണു ചാടി ഇറങ്ങി. ചേച്ചി പറഞ്ഞത് കേട്ട് അമ്മു എന്ത് ചെയ്തു? ഹോംവർക്ക് ഒക്കെ എഴുതി വേഗം പെൻസിലൊക്കെ എടുത്ത് എവിടെ വെച്ചു? നമ്മുടെ പെൻസിൽ ബോക്സ് ഇല്ലേ? നമ്മള് പെൻസിൽ റബ്ബർ കട്ടറൊക്കെ വെക്കില്ലേ? അതിന്റെ ഉള്ളിൽ വെച്ചു. അതിന്റെ ഉള്ളിൽ പോയതും കീടാണുവിന് ആകെ പേടിയായി. ബോക്സ് അടച്ചാൽ അതിന്റെ ഉള്ളിൽ ഇരുട്ടായിരിക്കില്ലേ? അപ്പൊ കീടാണു പേടിച്ചു ഒറ്റ ചാട്ടം. എവിടേക്ക്?
പെൻസിൽ ബോക്സിന്റെ പുറത്തേക്ക് ഒറ്റ ചാട്ടം. അയ്യോ എനിക്കിത് വേണ്ടേ കൊണ്ട് ഒറ്റ ചാട്ടം. അയ്യോ വേഗം സ്ഥലം വിടാം. കീടാണു പിന്നെ അവിടെ നിന്നില്ല, വേഗം സ്ഥലം വിട്ടു. കീടാനു ആകെ പേടി. അയ്യോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താവും? ഈ അമ്മു എന്നെ പെൻസിൽ ബോക്സ് ഇട്ട് പൂട്ടി ജേംസ് എന്താവും? ശ്വാസം കിട്ടാതെ വെച്ചു പോവില്ലേ? അയ്യോ നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം? വേഗം ഒന്ന് സ്ഥലം വിടാൻ വേണ്ടി ഓടടാ ഓട്ടം. ആര്? കീടാണു. ആര്? കീടാണു. ഇപ്പൊ അമ്മു ചേച്ചി പറഞ്ഞത് കേൾക്കാതെ പെൻസിൽ കടിച്ച് കടത്തുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? അമ്മൂന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ജേംസ് എവിടെ എത്തിയിട്ടുണ്ടാവും? കീടാൻ എടുത്തിട്ടുണ്ടാവും. ജേംസ് അങ്ങനെ വയറിലെത്തിയിട്ടുണ്ടാവും. വയറിനോട് എന്തായിട്ടുണ്ടാവും? അമ്മൂന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അമ്മു എന്ത് സംഭവിക്കും? അമ്മുന് പനി വരും, ചുമ വരും, അല്ലേ? ഛർദി വരും. പിന്നെ അമ്മുനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇഞ്ചക്ഷൻ വെക്കണം. അപ്പൊ അമ്മു ചേച്ചി പറഞ്ഞത് കേട്ടത് കൊണ്ട് അമ്മു ഇതൊന്നും വന്നില്ല. അപ്പൊ അമ്മു ഗുഡ് ഗേളാ ബാഡ് ഗേളാ? ഗുഡ് ഗേൾ. നിങ്ങൾ എല്ലാരും ഗുഡ് അല്ലേ? ഗുഡ് സ്റ്റുഡൻസ് അല്ലേ? അപ്പൊ ഇനി ഇങ്ങനെ പെൻസിൽ കടിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? എത്ര നേരം ബ്രഷ് ചെയ്യും ഡെയിലി? 2 times, മോർണിംഗ് ആൻഡ് നൈറ്റ് 2 times ബ്രഷ് ചെയ്യണം. ദിവസം കുളിക്കും എല്ലാരും? കുളിക്കണം. പിന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ് ഹാൻഡ് വാഷ് ചെയ്യണം. സോപ്പ് ഇട്ട് നന്നായിട്ട് ഫുഡ് കഴിക്കണ മുമ്പും ശേഷവും കൈ കഴുകണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല? നമ്മുടെ അടുത്ത് ആര് വരില്ല? ആരെ വരില്ല? കീടാണു. എന്താ കീടാണ് ഇംഗ്ലീഷിൽ പറയാ? ജേംസ്. ജേംസ് നമ്മുടെ അടുത്തേക്ക് തന്നെ വരില്ല. അപ്പൊ എല്ലാരും ചെയ്യില്ല? എല്ലാരും ഓക്കെ, വെരി ഗുഡ്.